നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡായ ഇന്ത്യൻ ചലച്ചിത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പിന്നണി ചരിത്രത്തിലേക്ക് എത്തി നോക്കുന്ന ചില കഥകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ശൈലിയിൽ ഇന്ത്യൻ ടോക്കി ചരിത്രത്തിൻ്റെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് മുഗൾ-എ-ആസം. അതിൻ്റെ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അധ്വാനത്തിൻ്റെ കഥ ആസിഫ് എന്ന ഇന്ത്യൻ ചലച്ചിത്ര ലോകം സിനിമാ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കരീമുള്ള ആസിഫ് എന്ന ആസിഫ് അദ്ദേഹത്തിൻ്റെ കഥ. പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോർ സ്വദേശിയായ പത്രാധിപരും സാഹിത്യകാരനുമായ സയ്യിദ് ഇംതിയാസ് അലി താജ് 1922 ഉറുദുവിൽ എഴുതിയ ഫിക്ഷൻ ഡ്രാമയാണ് അനാർക്കലി. അനാർക്കലി എന്ന പേരിൽ പല ചിത്രങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും ടോക്കി ചരിത്രത്തിന് മുമ്പും അതിനുശേഷവും ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യൻ സിനിമ സംസാരിച്ചതിന് ശേഷമായിരുന്നു. അതേസമയം അനാർക്കലി എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോറും ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ബംഗാളിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം 4-5 വർഷത്തിന് ശേഷമാണ് അത് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. അത് 1945 പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലൊന്നായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ കഥ എന്ന് വെച്ചാൽ അക്ബർ ഷായുടെ മകനും പിന്നീട് ജഹാംഗീർ എന്ന പേരിൽ അറിയപ്പെട്ട സലീം രാജകുമാരനും അവരുടെ ദർബാർ നർത്തകിയും തമ്മിലുള്ള ഒരു അനുരാഗത്തിൻ്റെ കഥയാണ് ഇംതിയാസ് അലി താജ് എഴുതിയത്. അതൊരു നാടകമായിരുന്നു. ഈ നാടകത്തെ അടിസ്ഥാനമാക്കി പാകിസ്ഥാനിൽ നൂർജഹാനും സുധീറും നായകന്മാരായി 1958 ഒരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അത് അനാർക്കലി എന്നായിരുന്നു അതിൻ്റെ പേര്. സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അത്. ബ്രിട്ടീഷ് ആ കാലഘട്ടത്തിൽ തന്നെ ലാഹോറും ബോംബെയും ഇന്ത്യൻ സിനിമാ നിർമ്മാണത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ പ്രസ്തുത ചിത്രത്തിന് മുമ്പേ തന്നെ നിശബ്ദ യുഗത്തിൽ ബോംബെയിൽ 2 അനാർക്കലി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 1928 ആദ്യ ചിത്രത്തിൽ സീതാദേവി ആയിരുന്ന നായിക. അത് സംസാരിച്ചിരുന്നില്ല. ഗ്രേറ്റ് ഈസ്റ്റേൺ ഫിലിം കോർപ്പറേഷൻ എന്ന ബ്രിട്ടീഷ് നിർമ്മാണ കമ്പനി ലവ് ഓഫ് എ മുഗൾ ഗേൾ എന്ന പേരിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ സംവിധായകർ 2 പേരായിരുന്നു, ചാരു റോയ്, പ്രഫുല്ല റോയ് എന്നിവർ. ആ കാലഘട്ടത്തിലെ പ്രശസ്തരായ സംവിധായകരായിരുന്നു ഇവർ. പക്ഷേ ഈ ഒരു ചിത്രം മാത്രമേ ഇവർ ഒന്നിച്ച് സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ വർഷം തന്നെ റിലീസ് ചെയ്ത രണ്ടാമത്തെ അനാർക്കലി എന്ന ചിത്രത്തിലെ നായിക സുലോചന. അവരുടെ യഥാർത്ഥ പേര് റൂബി മേയേഴ്സ്. സുലോചന ആയിരുന്നു. ഈ ചിത്രം സംവിധാനം ചെയ്തതാകട്ടെ രമാശങ്കർ ചൗധരി എന്ന ചൗധരിയും നിർമ്മിച്ചത് ഇൻറ്റീരിയർ ഫിലിം കമ്പനി. എന്നാൽ അനാർക്കലി എന്ന പേരിൽ ഇറങ്ങിയ രണ്ടാമത്തെ ചിത്രം ബമ്പർ ഹിറ്റായി മാറുകയായിരുന്നു. 1953 നാസിർ ഹുസൈൻ തിരക്കഥ എഴുതി പ്രദീപ് കുമാർ ബീന റായും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഫിലിമിസ്ഥാൻ സ്റ്റുഡിയോയുടെ അനാർക്കലി റിലീസ് ചെയ്യുകയുണ്ടായി. 60 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രത്തിന് അന്നത്തെ 2,35,00,000 ഗ്രോസ് കളക്ഷൻ ഉണ്ടായിരുന്നു. നിശബ്ദ ചിത്രത്തിൽ അനാർക്കലിയായി അഭിനയിച്ച സുലോചന ഈ അനാർക്കലിയിൽ അക്ബറിൻ്റെ ഭാര്യ ജോധാബായിയുമായി അഭിനയിച്ചു. 75 വർഷം മുമ്പുള്ള ചരിത്രമാണിത്.
നാൽപ്പതുകളിലെ ഇന്ത്യൻ സിനിമാ വേദിയിലെ നായക നടന്മാരിൽ പ്രശസ്ത നടനായിരുന്നു നസീർ. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനാണ് 1922 അന്നത്തെ യൂണിയൻ പ്രൊവിൻസ്, അതായത് ഇന്നത്തെ UP-യിലെ ഇറ്റാവയിൽ ജനിച്ച കരീമുള്ള ആസിഫ് എന്ന കെ. ആസിഫ്. ആസിഫിൻ്റെ പിതാവ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഒരു ലഫ്റ്റനൻ്റ് റാങ്കിലുള്ള ഡോക്ടറായിരുന്നു. എന്നാൽ പഠനത്തിൽ പിന്നോക്കമായ വെറും 8ാം ക്ലാസ് വരെ പഠിച്ച അദ്ദേഹത്തിൻ്റെ മകനായ ആസിഫിന് വിദ്യാഭ്യാസത്തിൽ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉറുദു ഭാഷയിൽ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. പക്ഷേ ആസിഫിൻ്റെ ഉള്ളിൽ വിദ്യാഭ്യാസത്തേക്കാൾ ചലച്ചിത്രമായിരുന്നു വളർന്നു വന്നത്. അദ്ദേഹത്തിന് അതീവ താല്പര്യം ചലച്ചിത്രത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ നസീർ ആസിഫിനെ ബോംബെയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഒരു ടൈലർ ഷോപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ചലച്ചിത്ര മേഖലയിൽ ഒരു കോസ്റ്റ്യൂം വർക്കറുടെ ജോലിയും ഏൽപ്പിക്കുന്നു. പല സംവിധായകരായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് വസ്ത്രാലങ്കാര പണിയും അദ്ദേഹത്തിൻ്റെ സഹായത്താൽ കെ. ആസിഫിന് പെട്ടെന്ന് ലഭ്യമായി. അങ്ങനെ ചലച്ചിത്രം എന്താണെന്ന് ആ പണിയിലൂടെ അദ്ദേഹത്തിന് ഊഹിച്ചെടുക്കാനും പഠിച്ചെടുക്കാനും കഴിയുന്നു. കൂടുതൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് അക്കാലത്തെ സിനിമാ ലോകം സിനിമാക്കിറുക്കൻ ഫിൽമേ ദീവാന എന്ന ഒരു വിശേഷ പദം, ഒരു ഇരട്ടപ്പേര് അദ്ദേഹത്തിന് വെച്ചു കൊടുത്തിരുന്നു. ആ പരിചയത്തിൽ കമാൽ അമ്രോഹിയുമായി ചേർന്ന് 1945 ഫൂൽ എന്നൊരു ചിത്രം അദ്ദേഹം പൃഥ്വിരാജിനെ, സിതാര ദേവി വീണ, പ്രശസ്തയായ നടിയായിരുന്നു വീണ, എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്തു. കമാൽ അമ്രോഹി കഥയും തിരക്കഥയും എഴുതിയ ചിത്രത്തിൽ മികച്ച താരനിര ആണെങ്കിലും അത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. ഈ ചിത്രത്തിലൂടെയാണ് കമാൽ അമ്രോഹിയും കഥക് നടിയുമായിരുന്ന സിതാര ദേവിയുമായി ആസിഫ് അടുത്ത് പരിചയപ്പെടുന്നത്. അതിലെ നായികയായിരുന്നല്ലോ. പരിചയമൂത്ത് അവരുമായുള്ള ആ പരിചയം അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു. പക്ഷേ ദാമ്പത്യം അധിക നാൾ പൊരുത്തപ്പെട്ടു പോകാതെ താമസിയാതെ തന്നെ അവർ അന്യോന്യം വിവാഹമോചിതരായി. പിന്നീട് സിതാരാദേവി 3 വട്ടം വീണ്ടും അവർ സ്വന്തം ഇഷ്ടത്തിന് വിവാഹിതരാകുക. അതിനുശേഷം 1946 കെ. ആസിഫ് മുഗളെ ആസം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് തുടക്കമിടുന്നത്. കെ. ആസിഫിനെ കൂടാതെ അതിൻ്റെ തിരക്കഥ മറ്റ് 4 പേർ ചേർന്നുള്ളൊരു ടീം, കെ. ആസിഫ് പിന്നെ വേറെ 4 പേരും ചേർന്നുമായിരുന്നു അതിൻ്റെ തിരക്കഥ ഒരുക്കിയത്. ആ ഏൽപ്പിച്ചവരിൽ കമാൽ അമ്രോഹി, അമാനുള്ള ഖാൻ, അതായത് സീനത്തമാൻ്റെ പിതാവ്, വജഹദ് മിർസ, ഇഹ്സാൻ റിസ്വി എന്ന എഴുത്തുകാരൻ എന്നിവരാണ് അവർ. കാവ്യാത്മകമായ ഉറുദു ഡയലോഗ് എഴുതുന്നതിൽ കമാൽ അമ്രോഹി വിദഗ്ധനായിരുന്നു. പ്രധാനമായും കമാൽ അമ്രോഹിയുടെ നേതൃത്വത്തിലായിരുന്നു ആ തിരക്കഥ തയ്യാറായത്. അക്ബർ, സലീം രാജകുമാരൻ, നാർക്കലി എന്നീ പ്രധാന റോളുകളിൽ നിശ്ചയിച്ചത് 30കളിലെയും 40കളിലെയും പ്രശസ്ത നടനായ ചന്ദ്രമോഹൻ, അന്നത്തെ യുവനടൻ DK സപ്രു, നർഗീസ് എന്നിവരെയായിരുന്നു. 1946 മുഗളെ ആസമിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും ഇന്ത്യ 2ആയി വിഭജിക്കപ്പെടുന്നതും ചെയ്യുന്നത്. വിഭജനാനന്തരം ചിത്രീകരണത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ നിർമ്മാണം മരവിപ്പിക്കേണ്ടി വന്നു. കാരണം ചലച്ചിത്ര നിർമ്മാണത്തിന് പണം മുടക്കിയ ഷിറാസ് അലി വിഭജനാനന്തരം 1947 പാകിസ്ഥാനിലേക്ക് കുടിയേറി. മുഹമ്മദ് അലി ജിന്നയുടെ ഒരു ബന്ധുവും ഒരു പ്രധാന അനുയായിയും കൂടിയായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ ജിന്നയെ പോഴ വഴിയെ അനുഭവിക്കുമ്പോഴേ അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബോംബെയിലെ മഹാലക്ഷ്മി ഫിലിം സ്റ്റുഡിയോ അദ്ദേഹം കിട്ടിയവരൊക്കെ വിറ്റു. അദ്ദേഹത്തിന് പിന്നെ മുഗൾ നിർമ്മിക്കാനുള്ള താല്പര്യമേ ഉണ്ടായില്ല. വിഭജനാനന്തരം ഇന്ത്യയിലെ സാമൂഹിക ചുറ്റുപാടുകൾക്കാകെ പ്രകടമായ മാറ്റം വന്നു. അത് നമ്മൾ ചരിത്രത്തിൽ കുറെ വായിച്ചറിഞ്ഞതാണ്. ഹിന്ദു മുസ്ലിം കലാപം, അങ്ങനെ പല ലക്ഷക്കണക്കിന് ആളുകളുടെ കൊല, രക്തസാക്ഷിസം എന്നൊക്കെ. അങ്ങനെ ചിത്ര നിർമ്മാണം തൽക്കാലം മരവിപ്പിച്ചു നിർത്താൻ കെ. ആസിഫ് തീരുമാനിച്ചു. കാരണം കയ്യിലെ കാശുണ്ടാകുന്ന മുഴുവൻ തീർന്നു. നിർമ്മിക്കാൻ സഹായം വന്ന നിർമ്മാതാവ് ഈ ഇന്ത്യ തന്നെ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് കുടിയേറി. ത്തിൻ്റെ സെറ്റിങ്സിന് വേണ്ടി വന്നിരുന്ന 2 ട്രക്ക് നിറയെ സാധനങ്ങൾ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെയാണെങ്കിൽ വെച്ചാൽ ഈ കഥയെ ആസ്പദമാക്കിയിട്ട് മെഹബൂബ് ഖാൻ ഇതിനിടയിൽ
അദ്ദേഹം ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചു, അനാർക്കലി. 1953 അത് റിലീസാവുകയും ചെയ്തു. തന്നെയല്ല ചിത്രം ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി, മികച്ച ഗാനങ്ങൾ എല്ലാം കൊണ്ടും. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, പ്രത്യേകിച്ച് പഴയ ഹിന്ദി ചിത്രങ്ങളുടെ ചരിത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ഇത്തരം വീഡിയോകൾ ധാരാളം വന്ന് കൂടും. താങ്ക് യു.